UAE മെറ്റേണിറ്റി ലീവുകളുമായി ബന്ധപ്പെട്ട് പ്രസവാവധികളുമായി ബന്ധപ്പെട്ട് ഫെഡറൽ നാഷണൽ കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട ശുപാർശ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. 98 ദിവസത്തേക്ക് ഫുള്ളി പെയ്ഡായി പ്രസവാവധികൾ ഉയർത്തണം എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഫെഡറൽ നാഷണൽ കൗൺസിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് സെക്ടറിലെ പ്രസവാവധികളുടെ കാര്യമാണ്, മെറ്റേണിറ്റി ലീവുകളുടെ കാര്യമാണ്. നിലവിൽ 90 ദിവസമാണ് ഗവൺമെൻറ് സെക്ടറിൽ ഫുള്ളി പെയ്ഡായിട്ട് പ്രസവാവധികൾ, മെറ്റേണിറ്റി ലീവുകൾ അനുവദിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ആഗോള മാനദണ്ഡങ്ങൾ പ്രകാരം 98 ദിവസത്തേക്ക് ഫുള്ളി പെയ്ഡായിട്ട് അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. ഫെഡറൽ നാഷണൽ കൗൺസിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ശുപാർശയിൽ അമ്മമാർക്ക്, അതായത് 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാർക്ക്, അത് സ്വകാര്യ മേഖലയിലുമുണ്ട് പൊതുമേഖലയിലുമുണ്ട്, അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഈ ഫ്ലെക്സിബിൾ റിമോട്ട് വർക്കിംഗ് ശൈലി അനുവദിക്കണം, അത് മാൻഡേറ്ററി ആയി നൽകണം എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചില ശുപാർശകളും സമർപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല, നിശ്ചയദാർഢ്യ വിഭാഗക്കാരായിട്ടുള്ള ആളുകളെ നോക്കുന്നവർ, പ്രത്യേക പരിചരണം ആവശ്യമായിട്ടുള്ളവർ, പ്രായമായവരെ നോക്കുന്നവർ, ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് പ്രത്യേക ഫ്ലെക്സിബിൾ റിമോട്ട് സമയക്രമം തൊഴിലിടങ്ങളിൽ അനുവദിക്കണം എന്നതടക്കമുള്ള ശുപാർശകളും സമർപ്പിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി ലീവുകളുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഈ സ്വകാര്യ മേഖലയിലും ഇവയുടെ പൊതുമേഖലയിലും 2 തരത്തിലാണ് പ്രസവാവധികൾ അനുവദിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പൊതുമേഖലയിൽ 90 ദിവസത്തെ ഫുള്ളി പെയ്ഡ് ലീവാണ് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുക. ഇനി പ്രൈവറ്റ് സെക്ടറിൻ്റെ കാര്യം എടുക്കുമ്പോൾ 60 ദിവസമാണ് ലീവ് അനുവദിക്കുക. ഇതിൽ 45 ദിവസമാണ് ഫുള്ളി പെയ്ഡ് ലീവ്, 15 ദിവസം ഹാഫ് പെയ്ഡ് ലീവായിരിക്കും അനുവദിക്കുക. ഇതിപ്പോൾ ഫെഡറൽ നാഷണൽ കൗൺസിൽ മെറ്റേണിറ്റി ലീവുകളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഗവൺമെൻറ് സെക്ടറിലാണ്. എമറാത്തി വനിതകളെ, അമ്മമാരെ കൂടുതൽ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനായി ആകർഷകമായ നിരവധി പാക്കേജുകൾ അവർ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല ശുപാർശകളും അവർ കൊണ്ടുവരുന്നത്. അതിൽ ഈ സ്വകാര്യ മേഖലയിലുള്ളവർക്കും 12 വയസ്സിൽ താഴെയുള്ള അമ്മമാർക്കൊക്കെ റിമോട്ട് വർക്കിംഗ് ശൈലി അനുവദിക്കണം എന്നതടക്കമുള്ള ഒരു ശുപാർശയും നമുക്ക് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഒരു UAE ദിർഹമിന് 25 രൂപ എന്നുള്ള റെക്കോർഡിന് തൊട്ടരികിലാണ് വിനിമയ നിരക്കുകൾ. ഇന്ന് രാവിലെ, അതായത് വ്യാഴാഴ്ച രാവിലെ 24 രൂപ 90 പൈസ വരെ വിനിമയ നിരക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് 24.75 എന്നുള്ള നിലയിലായിരുന്നു. രൂപയുടെ മൂല്യത്തകർച്ച ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി. അതിങ്ങനെ കൺസിസ്റ്റൻ്റായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് മുമ്പാകെ ഉള്ളത്. നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, വിപണിയിൽ നിന്ന് കൂടുതൽ വിദേശ നിക്ഷേപകർ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, നിക്ഷേപം പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ ടാരിഫ് ഭീഷണിയുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങളാണ് രൂപയുടെ മൂല്യം ഇടിക്കുന്ന ഒരു ഘടകം. ഇപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കെതിരെ അധിക താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു. ആ സാഹചര്യങ്ങളും രൂപയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഡോളറിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രത്യേക സാഹചര്യങ്ങളെല്ലാം രൂപയുടെ വിനിമയ നിരക്കിനെ താഴേക്ക് പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിർഹത്തിന് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാവുന്ന സാഹചര്യം പ്രവാസികൾക്ക് വന്നിട്ടുണ്ട്. ഇത് നാട്ടിൽ ചെല്ലുമ്പോൾ അതവർക്ക് ആവശ്യത്തിന് ഗുണകരമാവുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശമ്പളം കിട്ടാൻ ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുവരെ മൂല്യത്തകർച്ച ഇതേ രീതിയിൽ തുടരുമോ അതോ രൂപ നില മെച്ചപ്പെടുത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് പ്രവാസികൾ അടക്കമുള്ളവർ. എമിറേറ്റ്സ് എയർലൈൻസ് ജീവനക്കാർക്ക് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ താമസിക്കാനായി ഒരു വില്ലേജ് തന്നെ ഒരുങ്ങുകയാണ്. 12,000-ൽ പരം ജീവനക്കാർക്ക്, ക്യാബിൻ ക്രൂ ജീവനക്കാരടക്കമുള്ളവർക്ക് താമസിക്കാനാണ് അത്യാധുനിക സൗകര്യത്തോടുകൂടി ഒരു വില്ലേജ് എമിറേറ്റ്സ് കമ്പനി ഒരുക്കുന്നത്. 2029-ൽ ഇതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എമിറേറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ അൽമക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള ഭാവി പദ്ധതികൾ കൂടി മുന്നിൽ കണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 19 നിലകളുള്ള 20 റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ക്യാബിൻ ക്രൂ വില്ലേജ് എന്ന് പറയുന്നത്. 1, 2, 3 കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെന്റുകൾ ഓരോ കെട്ടിടത്തിലും ഉണ്ടാകുന്ന രീതിയിലാണ് എമിറേറ്റ്സ് ജീവനക്കാരുടെ ആവശ്യങ്ങൾക്കും ജീവിത ശൈലികൾക്കും അനുസരിച്ച് ഇങ്ങനൊരു വില്ലേജും കെട്ടിടവും ഒക്കെ രൂപകൽപ്പന ചെയ്യുന്നതെന്നും എമിറേറ്റ്സ് എയർലൈനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്.